ഹായ്. അപ്പൊ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ ചുറ്റിലുള്ള സ്ഥലങ്ങൾ ഒന്ന് ക്ലീൻ ചെയ്യണം എന്നാണല്ലോ അതിന്റെ ഒരു നിയമം. അപ്പം ഞാൻ ഇന്ന് അതാണ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്ന് സൺഡേ ആണ് ആൻഡ് ഐ എം ഗോയിങ് ടു ക്ലീൻ മൈ റൂം, മൈ ബെഡ്, മൈ ഡെസ്ക് ആൻഡ് മൈ അൽമാറ ആൻഡ് എവറിഥിങ്. സോ വെൽക്കം ടു ഷഹ്മാസ് സൺഡേ റീസെറ്റ്. അപ്പൊ ഇതാണ് എന്റെ റൂമിന്റെ അവസ്ഥ. വലിയ വൃത്തികേടില്ല, പക്ഷേ വൃത്തികേടുണ്ട്. ബെഡ്ഷീറ്റ് മടക്കാനുണ്ട്, ഇത് തിരുമ്പാനുള്ളത്, എന്റെ ബാഗ്, കാര്യങ്ങൾ, ഡെസ്ക് ഇത് ക്ലീൻ ചെയ്യാനുണ്ട്, പിന്നെ ഈ അലമാര ക്ലീൻ ചെയ്യാനുണ്ട്. എന്ത് പണിയും ഒരു പാട്ടിട്ട് തുടങ്ങിയ ഒരു എനർജിയാണ്. ആദ്യം നമ്മളെ ബെഡാണ് ക്ലീൻ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ബെഡ്ഷീറ്റ് മാറ്റണം എന്ന് എപ്പോഴും പറയണതാണ് ഉമ്മ, പക്ഷേ മാറ്റലില്ല. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് മാറ്റണമല്ലോ. ഈ പൂക്കൾ നിറഞ്ഞ ബെഡ്ഷീറ്റ് പിന്നെ നമുക്കൊക്കെ ഭയങ്കര പരിചിതമാണല്ലോ. അങ്ങനെ ബെഡ്ഷീറ്റും പിന്നെ ഹാങ്കറുമുള്ള കാര്യങ്ങളും എല്ലാം തിരുമ്പാനായിട്ട് നമ്മൾ കൊണ്ടുപോയിട്ടു. ഇതെൻ്റെ കമ്പൽസറി ടു ഡു ലിസ്റ്റാണ് കേട്ടോ, എന്നും ചെയ്യാനുള്ളത്. അടുത്തത് ടേബിളാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ടേബിൾ ക്ലീൻ ചെയ്യുന്നത് വെറുതെയാണ്. ഇന്ന് ക്ലീൻ ചെയ്താൽ നാളെ ഇതേപോലെ തന്നെയാകും. എന്നാലും ഒരു സൺഡേ റീസെറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. ടേബിളിൽ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ബുക്കും പെന്നും പെൻസിലും കത്രികയും ഡയറിയും ജേർണൽസും ലാപ്ടോപ്പും എല്ലാം. അൽഹംദുലില്ലാ, അതൊന്ന് തുമ്മിയതാണ് കേട്ടോ. ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 1-2 പ്രാവശ്യം തുമ്മിയില്ലെങ്കിൽ അതൊന്ന് ഫിനിഷ് ആവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ടേബിളിലുള്ള സാധനങ്ങളെല്ലാം ബെഡ്മേൽ മാറ്റി എന്നിട്ടൊന്ന് സെറ്റാക്കിയിട്ട് തിരിച്ചു വെക്കാനാണ്. രാത്രിയൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ബെഡ്മേലുള്ള സാധനം ടേബിൾമൊക്കെ വെക്കും, രാവിലെ എണീക്കുമ്പോൾ ടേബിൾമുള്ളത് ബെഡ്മൊക്കെ വെക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു ദിവസങ്ങൾ പോവാറ്. ഇതാണ് കേട്ടോ എൻ്റെ ടേബിൾ ആൻഡ് ഇതാണ് അതിലുണ്ടായിരുന്ന സാധനങ്ങൾ. എൻ്റെ റൂമിൽ മാറാല തട്ടുമ്പോൾ ഇങ്ങനെ കോർണറിൽ മാത്രം തട്ടിയിട്ട് കാര്യമില്ല. ഈ പേപ്പർമേലും പെയിൻറ്റിങ്സുമേലും ഒക്കെ തട്ടണം, കാരണം അവിടെയൊക്കെ മാറാല ഇങ്ങനെ നിറഞ്ഞു കിടക്കും. ഇനി കുറച്ച് ASMR ആയാലോ. അപ്പം എൻ്റെ ടേബിൾ ക്ലീൻ ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. അടുത്ത ചെസ് നമ്പർ അലമാറയാണ് കേട്ടോ. അലമാറയിൽ സ്വാഭാവികമായിട്ടും ഡ്രസ്സുകളാണല്ലോ ഉണ്ടാവുക. ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ സസ്റ്റൈനബിലിറ്റിൻ്റെ ആളാണ് ഞാൻ. എത്രയോ കൊല്ലങ്ങൾ മുന്നുള്ള ഡ്രസ്സ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഞാനത് ഉപയോഗിക്കലും ഉണ്ട്. ഒരു കേടും ഇല്ലാതെ അത് മുന്നോട്ട് പോകുന്നുണ്ട്. എൻ്റെ അലമാര ഡ്രസ്സ് കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ നല്ല അടുക്കിയൊക്കെ വെക്കാറുണ്ട് സ്ഥിരമായിട്ട്. ഓരോ കാറ്റഗറി ഡ്രസ്സിനും ഓരോ ഷെൽഫ് എന്നുള്ള തരത്തിലൊക്കെ വെക്കാറുണ്ട്. ഡ്രസ്സുകളുടെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഷോള്. ഒരു നിർബന്ധ ഘടകമാണല്ലോ. പലതരത്തിലുള്ള പല കളറിലുള്ള ഷോള് വാങ്ങുമെങ്കിലും അവസാനം ഒരു ഓഫ് വൈറ്റ്, ഒരു ബ്രൗൺ, ഒരു വയലറ്റ്, ഇതുകൊണ്ടാണ് ഞാൻ ജീവിക്കാറ്. അങ്ങനെ എൻജോയ് ചെയ്ത് മടക്കി ഡ്രസ്സിൻ്റെ പരിപാടികൾ അങ്ങനെ അവസാനിപ്പിച്ചു. ഇനി ബാക്കി കാര്യങ്ങളിലോട്ട് പോവാം. വളകളൊക്കെ ഒരുപാടുണ്ടെങ്കിലും ഇടാറില്ല. വാച്ചുകൾ രണ്ടും കേടാണ്. ഇങ്ങനത്തെ ഓർണമെൻറ്റ്സിൽ ഞാൻ ആകെ ഇടുന്ന കാര്യം മോതിരമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റിങ്സ്. ഒരുപാടുണ്ട്, ഞാൻ ഒരുപാട് ഇടാറുണ്ട്. ഒരേ സമയത്ത് തന്നെ 2-3 ഇടാറുണ്ട്. പിന്നെ സ്കിൻ കെയർ നമ്മൾ മറക്കരുത്. പണ്ടൊന്നും ഞാൻ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ലായിരുന്നു, പക്ഷെ ഇപ്പം നിർബന്ധം. റൂമിൽ ഇങ്ങനെ പെയിൻറ്റിങ്സും ചിത്രങ്ങളുമാണ് കേട്ടോ കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ വൃത്തിയാക്കാനും കുറച്ച് പണിയാണ്. അങ്ങനെ അടിച്ചൊക്കെ വാരിയതിന് ശേഷം ഞാൻ ബാംഗ്ലൂർ പോയപ്പം വാങ്ങിയ ഒരു ഫ്ലവറാണ് കേട്ടോ. അതിപ്പം ഉണങ്ങി ഒരു കഥയായിട്ടുണ്ട്. അപ്പോൾ അത് മൊത്തത്തിൽ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൽ 1-2 ചില്ലകൾ മാത്രം എടുത്തിട്ട് ഞാൻ എൻ്റെ ബോക്സിൽ വെക്കാൻ പോവാണ്. എനിക്കിങ്ങനെ മെമ്മറിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സാധനങ്ങൾ എടുത്തു വെക്കുന്ന ഒരു ശീലം പണ്ടേ ഉണ്ട്. അപ്പോൾ വൃത്തിയാക്കലും അടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷത്തെ അവസാനത്തെ പരിപാടിയാണ് ബെഡ്ഷീറ്റ് ഇടൽ. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് അവസാനം നമ്മളെ നടുവൊടിഞ്ഞിട്ടുണ്ടാവും. സോ റൂമൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു, കുളി കഴിഞ്ഞ് സെറ്റായി. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ നൗ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.